സാർ, ഇന്ന് നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് പല പല ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിങ്ങിലേക്ക് കടക്കാം. സോ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിലും ഏറ്റവും മികച്ച ഓപ്ഷൻസിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലാണ്, അല്ലേ? അപ്പം ഇന്ന് ഒരുപാട് പേര് ഫ്രാഞ്ചൈസീസിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഫ്രാഞ്ചൈസീസ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ബിസിനസ് ആരംഭിക്കുന്നുണ്ട്. പക്ഷെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഫ്രാഞ്ചൈസീസ് എടുത്തവർ പോലും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വിഭാഗക്കാരുണ്ടെന്ന്, ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്ന ആൾക്കാരും ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാരും. അപ്പം നമുക്കിന്ന് ഫ്രാഞ്ചൈസിയെ കുറിച്ച് സംസാരിക്കാം. ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഷിജോ, ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന സമയത്ത് ഫ്രാഞ്ചൈസി നല്ലൊരു ബിസിനസ് മോഡലാണ്. ഫസ്റ്റ് ഓഫ് ആൾ അത് പലരും ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രാഞ്ചൈസി ബിസിനസ് കൊടുക്കുന്നവർക്ക് വരുന്ന പ്രശ്നങ്ങൾ വരുന്നത്. എപ്പോഴും ഫ്രാഞ്ചൈസീസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു അറിവിൽ മോസ്റ്റ് 90% ബിസിനസ്സും സക്സസ് തന്നെയാണ്. അത് നോക്കിയിട്ടെടുക്കണം, ഏത് ഫ്രാഞ്ചൈസി എടുക്കണം, എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്ന സമയത്ത്. അത് നമുക്ക് എടുക്കുന്ന സമയത്തെക്കുറിച്ചിട്ടുള്ള സംസാരിക്കാം. അതിനുശേഷം ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർ ഒരു ബിസിനസ് ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ഫ്രാഞ്ചൈസി ആയിട്ട് എടുക്കുന്നത്? നമ്മളായിട്ട് ഓണായിട്ടൊരു എഫേർട്ട് ഇടാത്തൊരു ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കാനും അതിന്നൊരു റിട്ടേൺ വരുമാന മാർഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഫ്രാഞ്ചൈസി മോഡലിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് വലിയ ബിഗർ കമ്പനീസൊക്കെ ഫ്രാഞ്ചൈസി മോഡൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഫുഡാവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സസ് ആവട്ടെ, ഇതിലൊക്കെ കൂടുതലും ഫ്രാഞ്ചൈസി മോഡലാണ് വർക്കൗട്ട് ആവുന്നത്. ഈ ഫ്രാഞ്ചൈസി എടുക്കുമ്പോഴുള്ള എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി എവിടെ വരിക ഒരു ബിസിനസ് ചെയ്യുമ്പോൾ? ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ, അതിനൊരു അപ്ഡേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാ ബിസിനസ്സിനും അതേപോലെ. മറ്റേത് നമുക്കിപ്പോൾ ഒരു ഡ്രസ് ബിസിനസ് ആണെന്ന് വിചാരിക്കും, ഗാർമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കും. നമ്മൾ കുറേ ഗാർമെൻറ്റ്സ് കൊണ്ടുവന്ന് വെച്ചു, നമ്മൾ ഓൺ ഒരു എന്തെങ്കിലും ഒരു ABC എന്നുള്ളൊരു ബ്രാൻഡ് വെച്ച് ഒരു ഷോപ്പൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് ആളുകളിലേക്ക് എത്തിക്കാനും അതിൽ നന്നായിട്ട് ബിസിനസ് നടന്നാൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് ഓൾഡ് ആ ഒരു ഇത് മാറ്റി ന്യൂ ട്രെൻഡിനനുസരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല റിസർച്ച് വേണം, നല്ല സെയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് കൂടിക്കൊണ്ട് എന്തെങ്കിലും വിറ്റുപോയിട്ട് കാര്യമില്ല. ഒരു 1 year കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ട്രെൻഡ് മാറി. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഇതാണ് ഈ പറഞ്ഞ ട്രെൻഡിൽ. അവർക്ക് വേണ്ട ട്രെൻഡ് അത് മേ ബി നോർത്തായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രെൻഡ്, അതും 2 months 3 months കൂടുമ്പോഴൊക്കെ ട്രെൻഡ് മാറുന്നുണ്ട്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റുഡിയോ പോലെയുള്ള കിട്ടുന്നുണ്ട്. സ്റ്റുഡിയോ പോലുള്ളത് അതൊക്കെ ഫ്രാഞ്ചൈസി എടുക്കുന്നവരുടെ കാര്യം വളരെ നല്ലൊരു കാര്യം. ഫ്രാഞ്ചൈസിയാണ് അല്ലേ? അതെ. അപ്പോൾ അത് ടാറ്റയുടെ പലതും, റിലയൻസ് അങ്ങനെ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നതിൽ വളരെ കുറവാണ്. അവർ ഓണായിട്ടാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത് തന്നെ നമുക്ക് ആദ്യം ഗാർമെൻറ്റ് സെക്ഷൻ ഒന്ന് പറയാം. രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഫുഡിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഗാർമെൻറ്റ് സെക്ഷനിൽ നോക്കിക്കോളൂ, നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്റ്റോക്ക് പോയില്ലെങ്കിൽ അവർ തന്നെ തിരിച്ചെടുത്തോളും. രണ്ടാമത്തെ, ഓരോ പീരീഡ് ഓഫ് ടൈമിലും അവരുടെ ന്യൂ സ്റ്റോക്സും ന്യൂ അറൈവൽസും വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത് അവർ തന്നെ ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആളുകൾക്ക് അവർ തന്നെ എത്തിച്ചുകൊള്ളും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പീപ്പിൾസ് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സെയിൽ നടക്കണം അവിടെ. അപ്പോൾ മാർക്കറ്റിംഗും ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് മാർക്കറ്റിംഗ് അവർ ചെയ്തോളും. അതെ, ഓൾ ഇന്ത്യ പാനൽ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു എഫേർട്ട് മാർക്കറ്റിങ്ങിലേക്ക് കൊടുക്കേണ്ട കാര്യമല്ല. അപ്പം നമ്മുടെ ഭാഗത്ത് എന്താണ് അവർ നോക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ ഓണായിട്ട് തന്നെ പല ഭാഗത്തേക്കും ബ്രാൻഡ്സ് ഇടാവുന്നേ ഉള്ളൂ. അതിന് പകരം ഫ്രാഞ്ചൈസി മോഡൽ നോക്കുന്ന അവർക്ക് നല്ല ഔട്ട്ലെറ്റുകൾ നല്ല ലൊക്കേഷനിൽ കിട്ടണം. ഇത് ആർക്ക് ഏറ്റവും സൂറ്റബിൾ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓൺ ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു നല്ല ലൊക്കേഷനിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ഫ്രാഞ്ചൈസി ചെയ്യാവുന്നുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. അതേപോലെ അവിടെ ക്രൗഡ് ഉണ്ട്, ഒരു ഇത്രയും ഒരു ജനസംഖ്യയുള്ള സ്ഥലമാണ്, ഇത്രത്തോളം. പിന്നെ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ഓൾറെഡി അവർ നടത്തുന്നുണ്ട്. നമുക്ക് ആ ട്രെൻഡ് എന്തായാലും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം പീപ്പിൾസ് അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാൻ. നല്ലൊരു ലൊക്കേഷൻ, അതിൻ്റെ ഇൻറ്റീരിയൽസ് ചെയ്യണം,
എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ എഫേർട്ട് വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് ഡെപ്പോസിറ്റ് വെക്കേണ്ടി വരും. അത് ഏതൊരു കമ്പനിയുടെയും ഒരു കണ്ടീഷൻസ് ആയിട്ട് വരുന്നുണ്ട് ഡെപ്പോസിറ്റ്. അത്യാവശ്യം എക്സ്പെൻസ് എല്ലാവർക്കും കയറി ചെയ്യാൻ കഴിയില്ല വലിയ ഫ്രാഞ്ചൈസീസ്. അത് 1 കോടി 1.5 കോടി 2 കോടി അങ്ങനെ പല പാറ്റേൺ ഉണ്ട്. മേ ബി എത്ര സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ആ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇതിന് ഡെപ്പോസിറ്റ് മാറും. കണ്ടീഷൻസ് ഉണ്ട്. അതെ, ചിലർ മിനിമം പറയും സ്ക്വയർ ഫീറ്റ്. അതുകൊണ്ട് ചില സ്റ്റോറുകൾ നമ്മൾ കാണുമ്പോൾ ചെറുതായിരിക്കും, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. പക്ഷെ എന്നാലും ഒരു മിനിമം ഉണ്ട്. 3000 സ്ക്വയർ ഫീറ്റ് വേണം, 4000, അങ്ങനെ ഓരോരുത്തർ ഓരോ കാറ്റഗറി വെച്ചിട്ടുണ്ട്. കാരണം അവർ മിനിമം സാധനങ്ങൾ ഡിസ്പ്ലേ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം വേണം. പിന്നെ ഇതിലൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പോലും ആ കമ്പനിയാണ് ചെയ്യുന്നത്. ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും ബില്ലിംഗ് സെക്ഷൻസും എല്ലാവരും ഒന്നും ഹെഡ് നമുക്കതിലേക്ക് പോകേണ്ട കാര്യം കൂടി ചിലപ്പോൾ വരാറില്ല. അപ്പോൾ അതേപോലെ തന്നെ ഫുഡ് ഏരിയാസ് നിങ്ങൾ നോക്കിക്കോളും. അത് KFC ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി, അല്ലെങ്കിൽ നമ്മുടെ മക്ഡൊണാൾഡ്സ്, അതെ, എല്ലാം. അതേപോലെ തന്നെ ഡോമിനോസ് ആവട്ടെ, ഇങ്ങനെയുള്ള ഫ്രാഞ്ചൈസീസ്, അത് ചില ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് പറയുന്നത്. അല്ലാത്ത എത്രയോ ബ്രാൻഡുകളുണ്ട് നാട്ടിൽ തന്നെ. ചെറിയ പിസ്സാസ് ഒക്കെ ഇഷ്ടം പോലെ പേര് ചെയ്യുന്നുണ്ട്. അതിലെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അവർ ഓൾറെഡി മാർക്കറ്റിൽ പോയി സക്സസ് ആയ ഒരു ഐറ്റമാണ്. അവരത് ബ്രാൻഡിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഏരിയ, അതിൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് അവൈലബിലിറ്റി ഉണ്ട്, ലൊക്കേഷൻ നന്നായിരിക്കണം, നല്ല ഇൻറ്റീരിയൽസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെയിലാകുമോ ഇല്ലേ എന്നുള്ള പേടി വേണ്ട. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ പ്രശ്നം, ഇത് പലരും വിളിച്ചിട്ട് പറയുന്നൊരു കാര്യം, ഫ്രാഞ്ചൈസീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കച്ചവടം നടക്കുന്നില്ല. കാരണം ഏത് ഫ്രാഞ്ചൈസി യൂസ് കഴിഞ്ഞാൽ പേര് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്നാണ് ഇത്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് നടക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തൊരു മേഖലയിലായിരിക്കണം ആ സാധനം, അല്ലെങ്കിൽ ആ സിസ്റ്റം ഉണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമായിരിക്കണം അത് ആയിരിക്കണം. അതെ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ബ്രാൻഡിങ് ആയ ഒരു സാധനം. നമ്മൾ ഈവൻ 2 ഓപ്ഷൻസ് ഉണ്ട് നമുക്കെന്ന് വിചാരിക്കുമോ. ഒരു ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 50 lakhs, ഒരു ആവറേജ് ബ്രാൻഡിങ് അത്ര പേർക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡ് ഒരു 75 lakhs 80 lakhs ആണെങ്കിലും അതിലേക്ക് പോവാണ് നല്ലത്. ബിസിനസ് നടക്കാനുള്ള ഇമ്പോർട്ടൻ്റ്, അതിനാണല്ലോ ഫ്രാഞ്ചൈസി പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് സ്വന്തമായിട്ട് ചെയ്തിട്ട് പോയാൽ പോരെ. അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് അത്രത്തോളം ട്രസ്റ്റ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒന്നും ഡെവലപ്പ് ചെയ്യണ്ട. പ്രോഫിറ്റ് മാർജിൻ മേ ബി കുറവായിരിക്കും. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു 50% കിട്ടുന്ന ഫുഡ് പ്രോഡക്റ്റിലേക്ക് കിട്ടുന്നതാണെങ്കിൽ ഇത് ചിലപ്പോൾ 25% ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സെയിൽ 100% നടക്കും. അതെ, എത്ര ബ്രാൻഡുകൾ നമ്മൾ കാണുന്നുണ്ട്. ഫുഡാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഷർട്ട് തന്നെ എത്ര ബ്രാൻഡുകൾ, LP ആവട്ടെ, ഏത് ഐറ്റംസ് നിങ്ങൾക്ക് ഏത് ഷോറൂമാണ് അങ്ങനെ പെട്ടെന്ന് പൂട്ടിപ്പോകാറില്ല. നമ്മൾ ബ്രാൻഡഡ് ഷോറൂംസ് അധികം പൂട്ടിപ്പോകുന്നത് കാണാറില്ല. മറ്റുള്ള കടകൾ ഷോറൂംസ് വരാറുണ്ട്. മേ ബി ഒരു 6 മാസം അവർ ഓടിക്കും, ആളില്ലാതെ ഇഷ്ടം പോലെ. അപ്പോൾ അത് ഒരു മെയിൻ ഫാക്ടറാണ്. അതിൽ ബ്രാൻഡ് നോക്കിയിട്ട് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഫ്രാഞ്ചൈസി എടുക്കുന്നത്. അതെ, അത് ബ്രാൻഡഡ് ഐറ്റത്തിന് ഒരു മിനിമം കസ്റ്റമേഴ്സ് എപ്പോഴും ഉണ്ട്. അത് വാല്യൂ കൂടിയ പ്രൊഡക്റ്റിനാണെങ്കിലും ഉണ്ട്, അതിൻ്റെ വാല്യൂ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്. ചില ബ്രാൻഡുകളൊന്നും ഫ്രാഞ്ചൈസി കൊടുക്കാറില്ല കേട്ടോളൂ. സ്വന്തമായിട്ട് ഓൺ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഐസ്ക്രീം കാര്യം പറഞ്ഞപ്പോൾ പെന്നി, അത് ഓണായിട്ടാണ് ചെയ്യുന്നത്, അവർ ഫ്രാഞ്ചൈസി കൊടുക്കുന്നില്ല. പിന്നെ എൻ്റെ അറിവിൽ ചെക്കിങ് ഓണായിട്ടാണ് നടത്തുന്നത്, അപ്പം ഫ്രാഞ്ചൈസി കൊടുക്കുന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ കാരണം അവർക്ക് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മേ ബി സൗത്ത് ആയിരിക്കാം ഇനീഷ്യലി, അവർ മേ ബി ഫ്യൂച്ചറിൽ അവർ പോവാം ചാൻസസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ ഫ്രാഞ്ചൈസി അവർ അത്രത്തോളം അതിൻ്റെ ഒരു ഹെഡേക്ക് നാളെ, കാരണം ഫ്രാഞ്ചൈസി അങ്ങനെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ ഒരു പുതിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ എടുത്ത ഉടനെ ഫ്രാഞ്ചൈസിക്കാരും പോകാത്തതിൻ്റെ റീസൺ അതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ലീഗലി കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ബൗണ്ട് ചെയ്ത് നല്ലൊരു ഡ്രാഫ്റ്റിംഗ് ഫ്രാഞ്ചൈസി എഗ്രിമെൻ്റ് ആവട്ടെ, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആവട്ടെ,
അതിനെ സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈവൻ കസ്റ്റമറിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നത് എൻറ്റയർ ബ്രാഞ്ചസിനെയാണ്, എൻറ്റയർ ബ്രാഞ്ചസ് ബാധിക്കും. അതുകൊണ്ട് തന്നെ മേ ബി നമുക്കൊരു സ്റ്റേ ഓർഡേഴ്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ പൂട്ടേണ്ടി വന്നതിന്. അപ്പോൾ ഏതെങ്കിലും നന്നായിട്ട് പോകുന്ന ബിസിനസ് 1-2 ബ്രാഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഹെഡേക്ക് വരണ്ടെന്ന് പേടിച്ചിട്ടാണ് പലരും ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അത്രത്തോളം ബ്രാൻഡിങ് ആയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പല ഒരു നല്ല ഒരു ബ്രാൻഡ് നന്നായി പോകുന്നു, എടുത്ത ഉടനെ തന്നെ അതൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രോപ്പറായിട്ട് ഡെലിവറി സിസ്റ്റം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഇവർ തന്നെ കുറച്ച് സിസ്റ്റമാറ്റിക്. അതുകൊണ്ടാണ് ഒരു 4 years 5 years എങ്കിലും മാർക്കറ്റിൽ നിന്ന് നന്നായി ബിസിനസ് ചെയ്ത് അത്യാവശ്യം ഇവരെ ഓൺ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് പെട്ടെന്നൊരു എക്സ്പാൻഷൻ പ്ലാന് ഇഷ്ടംപോലെ പേർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഇതിൽ വേറെ വരുന്ന പ്രശ്നം, എടുത്തോണ്ട് നമുക്കിപ്പോൾ ആദ്യത്തെ 1-2 ഷോറൂം അല്ലെങ്കിൽ 1-2 ഷോപ്പ് നമ്മൾ ഓൺ ചെയ്തു, അടുത്തത് 3rd വൺ തന്നെ ഫ്രാഞ്ചൈസിക്ക് പോയ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് മോഡൽ നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നല്ലതാണ്, മേ ബി ഇത് തുടക്കമാണ്, ഒരു ചെറിയ ലൊക്കേഷനിലുള്ള അവർ ആ ഫ്രാഞ്ചൈസിക്കാരനെ വേണമെങ്കിൽ നാളെ വേണ്ട ഫ്രാഞ്ചൈസി സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ഓണായിട്ട് ചെയ്യാം. കാരണം അത്രത്തോളം മാർക്കറ്റായി വരുന്നുള്ളൂ. പ്രൊഡക്റ്റ് നല്ലതാണ്, കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി അവരെന്നെ ഓൺ ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന അത്രത്തോളം മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് പോയാൽ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ഇതിപ്പോൾ പേര് മാറ്റി ഇതേ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാലും കച്ചവടം അവിടെ നടക്കില്ല എന്നുള്ളൊരു അഷുറൻസ് വരും. ഇപ്പോൾ KFC നമുക്കറിയാം, KFCന്റെ അതേ അതിനേക്കാളും രുചിയിൽ മറ്റൊന്ന് ഇറക്കി കഴിഞ്ഞാലും ആളുകൾ വാല്യൂ കൊടുക്കുന്ന KFC ചെയ്യാം. അതെ, അവർക്ക് അത്രയും സ്ട്രോങ് ആണ്, ഉറപ്പുള്ള കാര്യം ആയതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ആവട്ടെ, ബില്ലിങ്സ് ആവട്ടെ, ലീഗൽ കാര്യങ്ങൾ, GST കാര്യങ്ങളാവട്ടെ, ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നത് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, അങ്ങനെ എല്ലാറ്റും, അതേപോലെ പ്രത്യേകിച്ച് ബ്രാൻഡിങ്, ട്രേഡ് മാർക്ക് എല്ലാം ചെയ്ത് വളരെ പക്കായിട്ട് വെക്കണം. ബ്രാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോയി കഴിഞ്ഞാൽ തീർന്നു. കാരണം വാല്യൂ ഈ ഫ്രാഞ്ചൈസ് ഓൾമോസ്റ്റ് ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു 60-70% കിടക്കുന്ന ബ്രാൻഡിലാണ്. ആ ബ്രാൻഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും. അതാണ് മണിയായിട്ട് പുറത്തേക്ക് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡിങ് ആയിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം ബ്രാൻഡ്. ഈ കാര്യങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. രജിസ്ട്രേഷൻ കിട്ടിയിട്ട് പോയാൽ മതി. പക്ഷെ പ്രശ്നം പലപ്പോഴും ചെയ്യുന്ന ഇതാണ്, ബിസിനസ് ആരംഭിച്ച് 1-2 മാസത്തിന് ഒരു ഫ്രാഞ്ചൈസി അങ്ങനെ ഒരു നോട്ടീസും കഴിക്കും, ആഡ് കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ചെറിയ എമൗണ്ട് ആണെങ്കിലും മേ ബി ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് പറഞ്ഞിട്ട് 10 ലക്ഷമോ 20 ലക്ഷമോ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഡെവലപ്പ് ചെയ്യാം, 2 ഭാഗത്തേക്ക് ഇടാം. ഇതൊക്കെയാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ എനിക്കതൊരു നല്ലൊരു മോഡലേ അല്ല. അപ്പം ഇനി ഇത്തരത്തിൽ ഫ്രാഞ്ചൈസീസ് എടുക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള വശങ്ങൾ, എഗ്രിമെന്റ്, ഫ്രാഞ്ചൈസി എഗ്രിമെന്റ് ഇതിനകത്ത് ഏറ്റവും കോറായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ടാവും, നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഫ്രാഞ്ചൈസി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരാം. ഒരു പക്ഷേ അത് ചിലപ്പോൾ റീഫണ്ടബിൾ ആയിരിക്കാം. അതെ, എത്ര പെർസെൻറ്റേജ് വരെ റീഫണ്ട് ചെയ്യാൻ പറ്റാത്തുണ്ടാവും. ഒരു സർട്ടൻ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കത്തില്ല. പിന്നെ അതിനകത്ത് ധാരാളം ടേംസും കണ്ടീഷൻസും എഗ്രിമെന്റിനകത്ത് ഉണ്ടാവും. ആൻഡ് ഇവരുടെ സാലറി, സ്റ്റാഫിൻ്റെ സാലറി എങ്ങനെയായിരിക്കണം, പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എത്ര വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണെന്നുള്ളത്. അപ്പം ഇതിൽ നമുക്കെല്ലാം പറയാൻ ഇതിനകത്ത് കഴിയത്തില്ല വീഡിയോയിൽ. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒന്ന് ഏറ്റവും പ്രധാന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതെങ്ങനെയാണ്, അത് ആ സപ്ലൈ ചെയിൻ കറക്റ്റ് ആയിരിക്കണം. സർവീസസ് ആണെങ്കിൽ സർവീസ് ആവട്ടെ, ഇതാവട്ടെ. രണ്ടാമത് അതിലേക്കുള്ള എംപ്ലോയീസിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, ആര് സാലറി പാർട്ട് കൊടുക്കുന്നു, അതിൻ്റെ എക്സ്പെൻസസ് എങ്ങനെയൊക്കെയാണ്, മെയിൻ്റനൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ബിൽഡിങ്ങിൻ്റെ എന്നുള്ള കാര്യങ്ങൾ, റെൻ്റൽ പാർട്ട്, അതൊക്കെ അധികം പലതും കൂടുതലും എടുക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും വഹിക്കേണ്ടത്. പക്ഷേ റിക്രൂട്ട്മെൻറ്റും അതിൻ്റെ ട്രെയിനിങ്ങും, മേ ബി ഒരു ഫുഡ് ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആ ട്രെയിനിങ് കൊടുക്കണം. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിന് അത് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. അവിടേക്ക് കറക്റ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ റിക്രൂട്ട് ചെയ്യാനും, ആ പേഴ്സൺ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അടുത്തത് ഒരു ദിവസം പോലും നമുക്ക് അടച്ചിടാൻ കഴിയില്ലല്ലോ. ഒരു 2 ദിവസം ഒരു പേഴ്സൺ ലീവ് ആണെങ്കിലും നമുക്കതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനത്തെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സിസ്റ്റം, അതേപോലെ അതൊക്കെ എഗ്രിമെൻറ്റിൽ പാർട്ടായിട്ട് വരണം.
സപ്പോസ് അവരത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെ പലരും ടേൺ ഓവറിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പ്രോഫിറ്റിൽ ഫിക്സ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ലോക്കലായിട്ടുള്ള മാർക്കറ്റിംഗ് ഇവർ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ ഇത് ഹോം ഡെലിവറീസ് ഉണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സർക്കുലർ ആ ലൊക്കേഷൻ ഫുള്ള് അവരുടേതായിരിക്കും. ആ ഫ്രാഞ്ചൈസി എവിടെയാണോ നിലനിൽക്കുന്നത് അവർക്കും കൂടെ ഷെയർ ഉള്ളതായിരിക്കും ഈ ഓൺലൈൻ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ടെറിട്ടറി നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നാളെ ഒരു സംശയവും ഒരു പ്രശ്നവും ഇതിൽ വരാത്ത രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും പ്രോബ്ലം വരാം എന്നുള്ള സ്ഥിതിയിൽ തന്നെ നമുക്കത് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കണം. പ്രധാനമായിട്ട് നോക്കേണ്ടത് നമുക്ക് ആ ഫ്രാഞ്ചൈസി എടുക്കുന്നത് കൊണ്ട് നമുക്ക് മെച്ചം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം നടക്കണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ളതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇന്നലെ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ എടുക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും ബ്രാൻഡിന് പോലും നമുക്ക് വിളിക്കാൻ കഴിയത്തില്ല. ഇന്നലെ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കണം. കാരണം അങ്ങനെ എടുത്തിട്ട് ഒരുപാട് പ്രശ്നത്തിൽ പറ്റിയിട്ടുള്ള വരുന്നുണ്ട്. അതെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നവർക്ക് ഉദ്ദേശം വേറെ ഒന്നുമല്ല, എത്രയും പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. ഓൺ മണി ഇല്ലാതെ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത്രയും കോൺഫിഡൻ്റ് ആണ് അവരുടെ പ്രൊഡക്റ്റ്, അവർക്ക് അത്രയും സിസ്റ്റം ഓക്കെയാണ്, അവർക്ക് അതുപോലെ തന്നെ ലീഗലി അവർ അത്രയും സ്ട്രോങ് ആണ്, ബ്രാൻഡ് വളരെയായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊക്കെയുള്ള 100% വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫ്രാഞ്ചൈസിയിലേക്ക് പോകാം. അത് എപ്പോഴാണോ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ പോകാൻ പാടുള്ളൂ. ഇനി ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആൾക്കാർ, അപ്പോൾ എനിക്കൊരു സ്ഥാപനമുണ്ട്, അതെനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, ഞാൻ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ഫ്രാഞ്ചൈസി ആണെന്ന് മനസ്സിലാക്കി. അപ്പം ഈ സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് ഓർഗനൈസേഷനകത്തുള്ള സിസ്റ്റം നമ്മൾ പ്രോപ്പർ ആക്കേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ ആ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെ സിസ്റ്റം, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആൻഡ് ഓൾസോ ആ ട്രേഡ് മാർക്ക് എടുക്കുന്നത്, മാർക്കറ്റിംഗ്. അതെ സിജു, അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എൻറ്റിറ്റി വളരെ പ്രധാനമാണ്. അത് മിനിമം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലിമിറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി. അതെ, ലയബിലിറ്റി ലിമിറ്റഡ് ആയിട്ട് പറയാൻ കഴിയത്തില്ല. എന്തായാലും വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ്സൊക്കെ അതിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനീഷ്യലി അത് ചെയ്യാതെ പിന്നെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇനീഷ്യൽ തന്നെ ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അതുമല്ല, നല്ല ഒരു രജിസ്റ്റേർഡ് കമ്പനി എടുത്ത ആളുകൾ ഡീൽ ചെയ്യാനും റെഡി ആവുള്ളൂ. ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഒരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നോക്കും നമ്മുടെ എൻറ്റിറ്റി എങ്ങനത്തെ എൻറ്റിറ്റിയാണ്, ട്രസ്റ്റബിൾ ആണോ, വിശ്വസിക്കാൻ പറ്റുള്ളൂ, അവരിടുന്ന ഫണ്ട് അവർക്ക് സേഫ് ആണോ എന്നൊക്കെ നോക്കും. അപ്പോൾ കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം. രണ്ടാമത് ഇമ്മീഡിയറ്റ്ലി ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അവർക്ക് വല്ല ഡിസൈനോ കോപ്പറേറ്റോ ഉണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആ സിസ്റ്റം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, അതേപോലെ തന്നെ ബില്ലിംഗ് സിസ്റ്റം ആവട്ടെ, സോഫ്റ്റ്വെയർസ് ആവട്ടെ, അതൊക്കെ വളരെ കൃത്യമായിരിക്കും. ഫ്രാഞ്ചൈസീസിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കറക്റ്റായി കാൽക്കുലേറ്റ് ആവണം, GST കാൽക്കുലേറ്റ് ആവണം, അതുപോലെ തന്നെ ഫ്രാഞ്ചൈസറിൻ്റെ പ്രോഫിറ്റ് എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ബില്ലിംഗ് സംവിധാനം അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് വേണം അവർ അതുപോലെ തന്നെ നല്ല ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ടാവണം, അതിനുള്ള പൊട്ടൻഷ്യലുള്ള മാനേജ്മെൻറ്റ് ഉണ്ടാവണം, നന്നായി മാർക്കറ്റ് ചെയ്യാൻ അറിയണം, അവരുടെ ഏരിയ നോക്കിയിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. മേ ബി സൗത്ത് ഇന്ത്യയിലുള്ള ബിസിനസ് ആണെങ്കിൽ സൗത്ത് ഇന്ത്യ കവറേജ് ഉണ്ടായിരിക്കണം. കേരളത്തിൽ മാത്രമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും നന്നായി മാർക്കറ്റ് ചെയ്യാൻ പെടുന്ന ഒരു ബ്രാൻഡും പ്രൊഡക്റ്റും ആയിട്ട് വേണം അവരങ്ങോട്ട് പോകാൻ, എൻ്റർ ചെയ്യാൻ. നല്ല രീതിയിൽ ഒരു ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പ്രാപ്തിയാവുന്നത് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടത്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കൺസൾട്ടിങ് കൊടുക്കുമ്പോൾ കാണുന്ന വിഷയങ്ങൾ തന്നെയാണ് അല്ലേ സിജു? നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കുകയാണെന്ന്, ട്രേഡ് മാർക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രം പോകുന്നതാണ് നല്ലത്, ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും കഴിയത്തില്ല. തീർച്ചയായും. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രാഞ്ചൈസി. അത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് മുഴുവൻ ഇതിനകത്ത് സംസാരിക്കാൻ കഴിയത്തില്ല. റൈറ്റ്.